അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വക്കീലെ, നമ്മുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയോട് സാംസ്കാരിക കേരളം അല്ലെങ്കിൽ ബൗദ്ധിക കേരളം കണ്ണിൽ ചോരയില്ലാതെയാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ. അവരൊരു പീഡിത വർഗത്തെ പോലെ എപ്പോഴും പ്രതിരോധത്തിലാവുന്ന ഒരു ദൃശ്യമാണല്ലോ കാണുന്നത്. എന്താണ്, എങ്ങനെയാണ് അതിൽ വിലയിരുത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും മികവാർന്ന പ്രസിദ്ധീകരണങ്ങൾ, ഒരു പത്രം, അതേപോലെ വാരിക, ഒരു മതപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, സാമൂഹികമായി ഇടപെടുന്ന പ്രബോധനം പോലെയുള്ള വാരികകൾ നടത്തുന്ന ഒരു പ്രമുഖ പ്രസ്ഥാനമാണ്. അതേപോലെ മീഡിയ വൺ ചാനൽ ഏറ്റവും മികവാർന്ന ഒരു മുസ്ലിം ചാനലാണ്. അല്ല, ഇത്തരം നമ്മുടെ സാംസ്കാരിക രംഗത്ത്, മാധ്യമ രംഗത്ത് ഇത്ര മികവുറ്റ സാന്നിധ്യമുള്ള ആ സംഘടന ഈ തരത്തിൽ വേട്ടയാടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട്. നമുക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി മുമ്പൊരിക്കൽ നിരോധിക്കപ്പെട്ടപ്പോൾ ആ നിരോധനത്തെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയിൽ ഒപ്പിടാൻ പോലും നമ്മുടെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ വിമുഖത കാട്ടിയിരുന്ന സമയത്ത് നമ്മുടെ കാന്തപുരം വിഭാഗം സുന്നിയുടെ തെക്കൻ കേരളത്തിലെ നല്ലൊരു എഴുത്തുകാരനും വളരെ മാന്യനും വളരെ സൗമ്യനുമായ PMS തങ്ങൾ വടുതല, അദ്ദേഹം അന്ന് മാധ്യമം പത്രത്തിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതായത് സൽസ്വഭാവികളും വളരെ വിനീതരുമായ ഒരു സംഘം പ്രവർത്തകരെ, അനുയായികളെ, സംസ്കാര സമ്പന്നരായ ഒരു സംഘത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ എന്ന് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതാൻ ആ നിരോധനത്തിന്റെ കരാളമായ ദിനങ്ങളിലും അദ്ദേഹം കാണിച്ച ആർജവം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NP മുഹമ്മദ്, യശശരീരനായ NP മുഹമ്മദ് നടത്തിയ ഒരു പരാമർശം, മുസ്ലിം സമുദായത്തിലെ ഒരു സർഗാത്മക ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമിയ. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളായിട്ട് അല്ലെങ്കിൽ ഒരു മത വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരായിട്ട് ചിത്രീകരിക്കാനാണ് എല്ലാവരുടെയും താല്പര്യം. മൗലാന മൗദൂദി ചെയ്തത് വൈയക്തിക ജീവിതത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൂടി മാർഗദർശനം നൽകാൻ കഴിയുന്ന, കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം എഴുതി. പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ സംഘപരിവാറിന്റെ RSSന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഒരു മതരാഷ്ട്രവാദ പാർട്ടിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ ശരിധരിക്കാൻ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണമായി തീർന്നു. യഥാർത്ഥത്തിൽ മറ്റേതൊരു മുസ്ലിം സംഘടനയേക്കാൾ കൂടുതൽ മുസ്ലിം സമൂഹത്തിന്റെ ബഹുസ്വരവൽക്കരണത്തിൽ നിസ്തുലമായ പങ്കുവഹിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ ഒരു അമുസ്ലിമിന് വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഒരു പള്ളി നമ്മൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലാണ് കഴിയുക. അത് മുന്നിലെ അണിയിൽ ഒരു അമുസ്ലിമിന് മുസ്ലിം പള്ളിയിൽ കയറി ഇരിക്കാം എന്ന് മാത്രമല്ല, ജുമാ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ആ അമുസ്ലിമായ വ്യക്തിക്ക് ഈ ഖത്തീബ് കയറി നിൽക്കുന്ന മിമ്പറിൽ, ഈ മിമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിന് അൽത്താര അല്ലെങ്കിൽ മദ്ബഹ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വിശിഷ്ടമായ ഒരു വേദിയാണ്. അവിടെ കയറി നിന്ന് ആളുകളോട്, മുസ്ലിങ്ങളോട് പ്രസംഗിക്കാനുള്ള അവസരവും അമുസ്ലിമായ ഒരു വ്യക്തിക്ക് വകവെച്ചു കൊടുക്കാൻ മാത്രം വിശാലമായ കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്നുണ്ട്. അതുപോലെ ഓണം, വിഷു, ക്രിസ്മസ് പോലെയുള്ള സഹോദര സമുദായങ്ങളുടെ ആഘോഷങ്ങൾ മുസ്ലിം പള്ളിയിൽ തന്നെ സംഘടിപ്പിക്കാനുള്ള ഉദാരതയും വിശാലതയും മതേതര ബോധവും ബഹുസ്വര സ്വഭാവവും കാണിക്കുന്ന ഒരേ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എതിർക്കപ്പെടുന്നതിന്റെ കാരണം അവർ കേരളത്തിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടല്ല. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള
മൗലാന മൗദൂദി സാഹിബ് കുടിയേറി പാർത്തു. അതേപോലെ തന്നെ ബംഗ്ലാദേശിലും വളരെ സ്വാധീനമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവിടുത്തെ പ്രതിപക്ഷ നിരയിലും ജമാഅത്തെ ഇസ്ലാമി നിർണായക സ്വാധീനമാണ്. അവിടെ പല കലാപങ്ങൾക്കും ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് തന്നെ തടസ്സമായി നിന്ന രണ്ട് പാകിസ്ഥാനും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, പ്രാസംഗികമായി പറയാറുണ്ടെങ്കിലും കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളോ പ്രവർത്തകരോ അക്രമത്തിന് ആഹ്വാനം ചെയ്തതായോ അക്രമത്തിൽ പങ്കാളികളായതായിട്ടോ തെളിയിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ അൾജീരിയ, ഈജിപ്ത്, അവിടെ ഒന്നും ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അവിടെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് സഹോദര സംഘടനയായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ് അല്ല, മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്നത് പോലെ നിയമസമാധാന ലംഘനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു കക്ഷിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷെ ഈ ആരോപണത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതായത് ഈ മുസ്ലിം ബ്രദർഹുഡിന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ അമേരിക്കയുടെ നാറ്റോയുടെ ഉൾപ്പെടെയുള്ള പല സംഘടനകളുടെയും ബ്ലാക്ക് ലിസ്റ്റ് ആയിക്കോട്ടെ. നമ്മുടെ ഇന്ത്യയില് ജമാഅത്തെ ഇസ്ലാമി പല പ്രാവശ്യം നിരോധിക്കപ്പെട്ടപ്പോഴും അവരുടെ ചാനൽ മീഡിയ വൺ നിരോധിക്കപ്പെട്ടപ്പോഴും അവരൊരിക്കലും അസഹിഷ്ണുതയുടെയോ അല്ലെങ്കിൽ നിയമലംഘനത്തിന്റെയോ മാർഗം സ്വീകരിക്കാതെ കോടതി വ്യവഹാരങ്ങളിലൂടെ തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കുന്നതിനുള്ള അവരുടെ അവകാശങ്ങൾ, പ്രവർത്തന സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്ത്യയിലെ കേരളത്തിലെ നേതാക്കൾ പലപ്പോഴും അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ മൗദൂദി ഞങ്ങളുടെ നേതാവാണ്, മൗദൂദി നടത്തിയ പരാമർശങ്ങളെ, രചനകളെ, വാമൊഴികളെ, വരമൊഴികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നു എന്ന് പറയാൻ ചിലപ്പോൾ അവർ തൻ്റെ ഇടം കാണിക്കാറില്ല. അവർ ചിലപ്പോൾ പതറിപ്പോവും. അതാണ് അവർക്ക് പറ്റുന്ന. അത് അവരിൽ ഇരട്ടത്താപ്പ്, അവരിലെ ദ്വിമുഖം ദർശിക്കാനുള്ള ഒരു കാരണമായി പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗദൂദി എഴുതിയ പുസ്തകത്തില് മതം ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭരണഘടനയാണ്, ഇബാദത്ത് എന്നാൽ അതിനനുസരിച്ച് ജീവിക്കലാണ് എന്നൊക്കെയുള്ള കുറച്ച് അത്യാവേശപൂർണമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിയമലംഘനത്തിന്റെയോ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങളുടെയോ മാർഗം അവരൊരിക്കലും സ്വീകരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചെയ്താൽ കുറ്റം, അവർ വോട്ട് ചെയ്യാതിരുന്നാൽ കുറ്റം, അവർ UDF പിന്തുണച്ചാൽ കുറ്റം, അവര് LDF പിന്തുണച്ചാൽ കുറ്റം, അവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയാൽ കുറ്റം, അവർ ഇലക്ഷനിൽ പങ്കെടുത്താൽ കുറ്റം, അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ കുറ്റം, അങ്ങനെ ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി വേട്ടയാടപ്പെടുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തര രംഗത്തും പുറത്തും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ തന്നെ 2009 വരെയുള്ള സമയങ്ങളിൽ, അതായത് 2010-ലോ 2011-ലോ മറ്റോ ആണ് വെൽഫെയർ പാർട്ടി അവരുടെ രാഷ്ട്രീയ രൂപവൽക്കരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് LDF അവർ പിന്തുണച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജമാഅത്തിനെ പ്രശംസിക്കുകയും അവരുടെ വേദികളിൽ സ്ഥിരമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ LDF UDF ഇവര് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അല്ല, അതൊക്കെയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്ന ഏതൊരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പരിണാമഗുപ്തികളാണ്. അതിലുപരിയായിട്ട് ജമാഅത്ത് അതിൽ യാതൊരു അരുതായികം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മളുടെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന രംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷന്മാരുള്ള ഒരു വൻ സദസ്സിൽ ആദ്യമായിട്ട് പുരുഷന്മാരോടൊപ്പം സ്റ്റേജിൽ ഒരു സ്ത്രീ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾ സന്നിഹിതരാവുകയോ ചെയ്തത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിലൂടെയാണ്. അതുപോലെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിൽ. ഇപ്പൊ അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ സമൂഹത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ നടത്തണം എന്ന് തോന്നിയാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി പോലും അതിനനുവദിക്കും. ഈ നിലയിൽ നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനം ഇത്ര ക്രൂരമായ വിമർശനങ്ങളും വേട്ടയാടലുകളും അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദി ഒരു സാമ്പ്രദായിക മുല്ലയായിരുന്നില്ല.
നമ്മുടെ അഹമ്മദ് ദീദാത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ എം അക്ബറിനെ പോലെ മതത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച, അതോടൊപ്പം തന്നെ മതേതര വിദ്യാഭ്യാസവും നേടിയ ഒരു വലിയ സൈദ്ധാന്തികനായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും ആ കാഴ്ചപ്പാടുകളുടെ സാക്ഷാത്കാരങ്ങളിലും തീർച്ചയായും കാലികമായിട്ടുള്ള മാറ്റങ്ങളും അഴിച്ചുപണികളും ആവശ്യമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണുന്ന പല ജമാഅത്ത് വിമർശനങ്ങൾക്കും, ക്രൂരമായ ജമാഅത്ത് വിമർശനങ്ങൾക്ക് പിന്നിലുള്ളത് പല പല താല്പര്യക്കാരാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈകാരികതയുടെ ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വന്നവര്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവര്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ചില പ്രദേശങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ആ പ്രദേശത്ത് ഏതെങ്കിലും പ്രമാണിമാരെ അല്ലെങ്കിൽ സമ്പന്നരെ ഉപയോഗപ്പെടുത്താം എന്ന് ജമാഅത്ത് വിചാരിക്കും. അപ്പോ അവരെ പറ്റിക്കാമെന്ന് ജമാഅത്ത് വിചാരിക്കും, ജമാഅത്തിനെ പറ്റിക്കാമെന്ന് അവര് വിചാരിക്കും എന്നാണ് അതിനെ പറ്റി നാടൻ ഭാഷയിൽ പറയാറുള്ളത്. അങ്ങനെ ആ ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ പിന്നെ പ്രശ്നങ്ങളിൽ കലാശിക്കും. പിന്നെ അവര് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ, അതിനെ സൈദ്ധാന്തികമായി പോലും എതിർക്കാൻ അവർ നിർബന്ധിതരായിത്തീരുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് വിഹിതം കിട്ടാതെ വരുന്നവർ ജമാഅത്തിനെ വിമർശിക്കാൻ വേണ്ടി പിന്നെ അവരുടെ ജീവിതകാലം ഒഴിഞ്ഞു വെക്കുന്നു. ഈ രംഗത്ത് സത്യസന്ധത പുലർത്തുന്ന ഒരേ ഒരാള് നമ്മുടെ ഹമീദ് ചേന്ദമംഗല്ലൂരാണ്. കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഘടകങ്ങളുമായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചോദനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ശ്രീ ഹമീദ് ചേന്ദമംഗല്ലൂരിന്റെ ജമാഅത്തെ ഇസ്ലാമി വിമർശനം. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി വിമർശനം നടത്തുന്നത് തീർത്തും പ്രത്യയശാസ്ത്ര തലത്തിലാണ്, ദാർശനിക തലത്തിലാണ്. സിദ്ധാന്തം, മൗദൂദിയുടെ കാഴ്ചപ്പാടുകളെ, സിദ്ധാന്തങ്ങളെ ശരിക്കും ഇഴകേറി പരിശോധിച്ചുകൊണ്ട് വളരെ അക്കാഡമിക്കലായിട്ടുള്ള തലത്തിലാണ് ഹമീദ് ചേന്ദമംഗല്ലൂര് വിമർശനം നടത്തുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പല പരിപാടികളിലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തിന്റെ ഒരു പ്രതിനിധാനം എന്നുള്ള നിലയ്ക്ക് ഹമീദ് ചേന്ദമംഗല്ലൂരിനെ കൂടി അവർ പങ്കെടുപ്പിക്കാറുണ്ട്. ഇപ്പൊ സി ദാവൂദൊക്കെ വളരെ അടുത്തിരുന്ന് സൗഹാർദ്ദപൂർവ്വം ഹമീദ് ചേന്ദമംഗല്ലൂരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് MK രാഘവന്റെ ഖുർആൻ പരിഭാഷയുടെ കവിത ആവിഷ്കാരം പ്രസിദ്ധീകരിച്ചത് അത് IPH ആണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുസ്തകം, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം, അത് മുഹമ്മദ് അസദിന്റെ മക്കയിലേക്കുള്ള പാത ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തൻ്റെ മതേതര നിലപാടുകളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ ശ്രീ MM കാരശ്ശേരി മാഷാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുപോലെ കഴിയുന്നത്ര മതേതര വക്താക്കളായിട്ടുള്ള സാംസ്കാരിക നായകരെ, പ്രാസംഗികരെ, എഴുത്തുകാരെ മാധ്യമം, മീഡിയ വൺ പോലെയുള്ള സ്ഥാപനങ്ങളിൽ സഹകരിപ്പിക്കുവാനും അവരുടെ വരികൾക്കും അവരുടെ ശബ്ദങ്ങൾക്കും തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രകാശനം നൽകാനും അവർ ഉത്സാഹിക്കാറുണ്ട്. അപ്പൊ ഇതിൽ കവിഞ്ഞൊക്കെ ജമാഅത്തെ ഇസ്ലാമി എന്താണ് ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് കുറച്ച് കനിവ് കാണിക്കാൻ എല്ലാവരും തയ്യാറാകണം. അത്തരത്തിലുള്ളൊരു ദയവ്, കാരുണ്യം, ഒരു അനുകമ്പ ജമാഅത്തെ ഇസ്ലാമി അർഹിക്കുന്നുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.